സീതാസ്വീകാരം. പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മനവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പുക്കറിയിക്കണം, തന്നിങ്കിയാകിയ ജാനകിയോടിതാം നക്തഞ്ചരാദിവനിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാഗവും വാക്കുമേങ്ങെന്നുമേ വന്നു പറക നീ സത്വരം എന്നതു കേട്ടോ പവനതനയനോ ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാൻ നന്ദിതനായൊരു മാരുതപുത്രനോ രാമപാദാബ്ജവും ധ്യാനിച്ചോരിക്കൊന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ വക്രപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതോ സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകി ദേവിയോ ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്നു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടു കൊൾവാനുപായമെന്തിത്ര പാർക്കേണമിനിയും ശൂശൈവ ഞാൻ നേരത്തതിന്നു യോഗം വരുത്തിയിടു നീ ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ. വാദാത്മജനൻ രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്തു വിരയനീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടു പോൽ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാവരണാനുരേവാജലങ്കാമണിയിച്ചു രമണിയിച്ചു ശില്പമായൊരു ശിവിക മേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം.